സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിച്ചു. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ വിവിധ മുന്നണികളുടെ പ്രവർത്തകരിൽ ആവേശം നിറച്ചായിരുന്നു കൊട്ടിക്കലാശം. പാർട്ടി പതാകകളുമായി LDF, UDF, NDA പ്രവർത്തകർ നഗരവീഥികളിലേക്ക് ഒഴുകിയെത്തി. 23 ദിവസം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിനാണ് ഇതോടെ സമാപനമായത്. ദേശീയ നേതാക്കൾ അവസാന നിമിഷം വരെ കേരളത്തിൽ നടത്തിയ പടയോട്ടമായിരുന്നു ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രത്യേകത. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള വാക്പോരായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസത്തെ വേറിട്ട് നിർത്തിയത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും ഇതിനു പിന്നിൽ അഴിമതിയാണെന്നുമുള്ള ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA രംഗത്തെത്തി. എല്ലാത്തിനും കോടതിയിൽ പോകുന്ന മാത്യു കുഴൽനാടൻ എന്തേ ഇത്തവണ കോടതിയിൽ പോകാത്തതെന്നായിരുന്നു CPIM-ന്റെ പരിഹാസം. വയനാട് ദുരന്തബാധിതർക്കുള്ള കോൺഗ്രസ് ഫണ്ട് വിഷയം ഇടതുമുന്നണിക്ക് വീണുകിട്ടിയ ആയുധമായി മാറി. കോൺഗ്രസിനെ കളിയാക്കിയുള്ള LDF-ന്റെ പാരഡി പാട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി. സഹോദരന്റെ കൊലപാതകത്തിൽ G. സുധാകരന്റെ മലക്കമറിച്ചിലും തിരഞ്ഞെടുപ്പ് കാലത്ത് നാം കണ്ടു. BJP-യുമായി ഡീൽ ഉണ്ടെന്നടക്കം നിരവധി ആരോപണ പ്രത്യാരോപണങ്ങളാണ് മുന്നണികൾ ഉയർത്തിയത്. തെക്കൻ കേരളത്തിലെ മുന്നേറ്റത്തിലൂടെ ഭരണ തുടർച്ച ഉറപ്പാക്കാനാകുമെന്നും കേരളത്തിലെ 10 വർഷത്തെ വികസനം വോട്ടാകുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരവും അധികാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇക്കുറി നിയമസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് BJP-യും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. 5-ലധികം സീറ്റുകളാണ് BJP കേരളത്തിൽ ലക്ഷ്യമിടുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം കാണാം. RDX റാപ്പ്. ഒരു മാസം നീണ്ടുനിന്ന പരസ്യ പ്രചാരണ കോലാഹലത്തിനാണ് ഇന്ന് 6 മണിയോടെ തിരശ്ശീല വീണത്. തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും ആവേശം ഒട്ടും ചോരാതെയാണ് മുന്നണികൾ കുട്ടിക്കലാശം നടത്തിയത്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തെരുവ് കീഴടക്കി. ആവേശ കൊടുമുടിയിൽ ഓരോ മുന്നണികളും രാഷ്ട്രീയ ചോദ്യങ്ങൾ അടങ്ങിയ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുമായി ചുവടുവെച്ചു. പാർട്ടി പതാകകളുമായി LDF, UDF, NDA പ്രവർത്തകർ നഗരവീഥികളിലേക്ക് ഒത്തുകൂടിയതോടെ കുട്ടിക്കലാശം കളർഫുള്ളായി മാറി. ബാൻഡ് മേളവും ചെണ്ടമേളവും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെയായി കലാശക്കൊട്ട് അക്ഷരാർത്ഥത്തിൽ പൂരമായി. ക്രെയിനിൽ കയറി സ്ഥാനാർത്ഥികൾ വാനിലേക്ക് ഉയർന്നപ്പോൾ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്, നേമം അടക്കമുള്ള മണ്ഡലങ്ങളിലും മറ്റിടങ്ങളിലും കൊട്ടിക്കലാശത്തിന്റെ ആവേശം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. കൊട്ടിക്കലാശത്തിന് മാറ്റുകൂട്ടാൻ തൃശൂരിൽ പുലികളും റോബോട്ടിക് ആനയും ഇറങ്ങി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാവടിയും കൗതുകമായി മാറി. അതിനിടെ ആവേശം അതിരുവിട്ടപ്പോൾ ചിലയിടത്ത് പാർട്ടികളുടെ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ, മൈക്ക് അനൗൺസ്മെന്റ്, വിനോദ പരിപാടികളോ മറ്റോ സംഘടിപ്പിച്ച് പ്രചാരണം നടത്തൽ എന്നിവയ്ക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. RDX റാപ്പ്, ന്യൂസ് മലയാളം. ഇന്ന് സംസ്ഥാനത്ത് നടന്ന കൊട്ടിക്കലാശങ്ങളുടെ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കണ്ടുവരാം. വയനാട് ദുരന്തബാധിതർക്കുള്ള ഫണ്ട് കോൺഗ്രസ് വെട്ടിച്ചെന്ന പ്രചാരണ ഗാനവുമായാണ് ഇടതുമുന്നണി പ്രവർത്തകർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പോറ്റിയെ കേറ്റിയെ എന്ന UDF ഗാനം തരംഗമായതിനു പിന്നാലെയാണ് LDF പ്രവർത്തകർ ഫണ്ടെവിടെ വീടെവിടെ കോൺഗ്രസേ നിങ്ങൾ പിരിച്ചതല്ലേ എന്ന പാരഡി പാട്ട് പുറത്തിറക്കിയത്. അതും കൂടി കേൾക്കാം. സംഭവബഹുലമായ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ ഇനിയിപ്പോൾ പരസ്യ പ്രചാരണത്തിനും കൂടെ അവസാനമായിരിക്കുന്നത്. എങ്ങനെയാ സനീഷ് മൊത്തത്തിൽ വിലയിരുത്തുന്നത്? നമ്മൾ മിസ് ചെയ്യും ശ്യാമിലി, ഈ ദിവസങ്ങൾ നമ്മൾ മിസ് ചെയ്യും അല്ലേ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ വളരെ രസകരമായ ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഞാൻ കുറേ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പ്രചാരണ കാലം വളരെ അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് സന്തോഷമായിട്ട് പോയി. ഈ പാട്ട് തന്നെ നോക്കൂ, ഈ 2 പാട്ടുകളാണല്ലോ ഇതിനെ നിർണ്ണയിച്ചത്. അവസാനം
പോറ്റിയെ കയറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പാട്ടാണ്, അത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അത് കുറേ കേട്ടത് കൊണ്ട് അതൊന്ന് ചെടിച്ചിരിക്കുമ്പോഴാണ് LDFൻ്റെ പാട്ട് അതേക്കാൾ ഗംഭീരമായിട്ട് തോന്നിയിരിക്കുക. ഇതാണ് ഈ ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഹൈന്ദവ ഭക്തിഗാനങ്ങളുടെ പാരഡി പാട്ടുകളായിട്ടാണ്. അതായത് സാധാരണഗതിയിൽ അതാത് കാലത്ത് ഹിറ്റാവുന്ന സിനിമാ പാട്ടുകളുടെ പാരഡി ആയിട്ടാണ് വരാറ്. അതിപ്പോൾ ഹിന്ദിയിലും തമിഴിലും ഒക്കെ വൻ ഹിറ്റാകുന്ന പാട്ടുകളാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ പാടി നടക്കുക, അതിൻ്റെ വരികളൊക്കെ മാറ്റിയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ട് പോറ്റിയെ കയറ്റി. പക്ഷേ ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള രണ്ട് ഹൈന്ദവ ഭക്തിഗാനങ്ങളുടെ ഈ പേരിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഞാനത് ആലോചിച്ച് നോക്കുമ്പോൾ സംഗതി ശരിയാണ്. അതായത് ശബരിമല കേന്ദ്രമായിട്ടും അതിന് മറുപടിയായിട്ട് മുത്തപ്പൻ്റെ പാട്ടാണത്. ഞാനിന്ന് ഒരു 3-4 തവണ അത് ആ പാട്ട്, ഇതിൻ്റെ ഒറിജിനൽ പാട്ട്, ഈ പാട്ട് വന്ന് ഹിറ്റായപ്പോൾ ചെവിയിൽ വന്ന് രസമായിട്ട് തോന്നിയപ്പോൾ അത് 2-3 തവണ കേട്ടു. അപ്പോൾ ഈ ഹൈന്ദവ ഭക്തിഗാനങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ശബരിമല വിഷയമായിട്ടും ആ ശബരിമല കേന്ദ്രമായിട്ട് വിഷയം ഉണ്ടാകും എന്നതുകൊണ്ടൊക്കെയാണല്ലോ അത് വരികയും അതിന് തന്നെ പോപ്പുലറായിട്ടൊരു പാട്ടൊക്കെ വരികയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ പാട്ടിൽ മാത്രമേ ഈ ഭക്തിയും ശബരിമലയും ഒക്കെ പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. ശബരിമല വിഷയമൊന്നും ഇത്തവണ ഫീൽഡിലൊന്നും വലുതായിട്ട് പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ പൊളിറ്റിക്കൽ മാസമായിട്ട് തിരുവനന്തപുരം തൊട്ട് ഇവിടം വരെ എറണാകുളം വരെ യാത്ര ചെയ്തിരുന്നു. ബാക്കി ഹർഷനാണല്ലോ പോയത്, നമുക്കറിയാം. അപ്പം എന്നാലും കുറേ ആളോട് സംസാരിക്കുക, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ശബരിമല പ്രശ്നമൊന്നും യഥാർത്ഥത്തിൽ എവിടെയും വലിയ വിഷയമല്ല. എല്ലായിടത്തും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ സർക്കാരിൻ്റെ പ്രവർത്തനവും സർക്കാരിനെതിരായിട്ടുള്ള UDFൻ്റെ പ്രചാരണമായിരുന്നു. സർക്കാരിൻ്റെ വികസനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് LDF ഉയർത്തിയത്. അത് അങ്ങനെ തന്നെ അവസാനം വരെ നിലനിന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും. ഒപ്പം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴേക്ക് എന്ത് സംഭവിച്ചു വെച്ചാൽ ഞങ്ങൾ ഈ വികസനവും ക്ഷേമപ്രവർത്തനവും നന്നായിട്ട് നടപ്പാക്കിയ ആളുകളാണ്, പക്ഷേ നോക്കൂ അവർ ഇത് നടപ്പാക്കാൻ പ്രാപ്തരല്ല എന്നൊരു പോയിൻ്റ് കൂടെ അതോടൊപ്പം LDF ചേർത്ത് വെച്ചു. അതിന് കൃത്യമായിട്ട് ഈ വയനാട്ടിലെ പ്രശ്നവും കൂടെ കിട്ടി. വയനാട് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത വീഴ്ച എന്ന് പ്രതിപക്ഷത്തിൻ്റെ സഹയാത്രികർ പോലും, അതായത് 2 ടേം കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും LDF വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയവും ആഗ്രഹവുമുള്ള ശ്രീ MN കാരശ്ശേരിയെ പോലെയുള്ള കോൺഗ്രസിനോട് സ്നേഹമുള്ള ആളുകൾക്ക് പോലും ഇത് ശരിയായില്ല എന്ന് പറയാൻ പാകത്തിനുള്ള അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള ശരിയല്ലാത്ത ഈ വയനാട്ടിലെ അലസത, അങ്ങേയറ്റത്തെ നിസ്സംഗമായ സമീപനം, അഴിമതി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അതിനുള്ള തെളിവുകളും നമ്മുടെ മുമ്പിലേക്കില്ല. പക്ഷേ എന്നാലും ആ നിലക്ക് നോക്കിയ ശ്യാമിലി, അതായത് പ്രതിപക്ഷം പ്രചാരണത്തിൽ തോറ്റുപോയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. 2 തവണ ഭരിച്ച ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിന് ശേഷം വരുന്ന പ്രതിപക്ഷം പ്രചാരണത്തിൽ പരാജയപ്പെട്ടു പോവുക എന്ന് വെച്ചാൽ അങ്ങേയറ്റം അസംഭവ്യമായിട്ടൊരു കാര്യമായിട്ടാണ് നമ്മൾ മുൻകാലങ്ങളിൽ വിചാരിക്കുക. ഇതിപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ ഭയങ്കര വലിയൊരു നേതാവായിട്ട് നിൽക്കുന്നു, പിന്നെ ബാക്കി എല്ലാവരും വളരെ പിന്നിൽ നിൽക്കുന്നു എന്നൊരു തോന്നലാണ് നമ്മൾ കാണുന്നത്. LDFൻ്റെ ഭാഗത്ത് അദ്ദേഹം മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും ഇദ്ദേഹത്തിൻ്റെ ചിത്രം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നാട്ടുകാർ ചർച്ച ചെയ്യണം, അദ്ദേഹം മാത്രമല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ അതവർക്ക് പോസിറ്റീവായിട്ടാണ് ശരിക്കും അനുഭവപ്പെടുന്നത്. പക്ഷേ ഇപ്പുറത്താണെങ്കിൽ ബാക്കിയുള്ള നേതാക്കൾ, ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എവിടെയുണ്ട്, ഇത്തവണത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, പക്ഷേ ആ വലിപ്പത്തോളം എത്തിയിട്ടില്ല. പക്ഷേ ഇത് ഞാനീ പറയുന്ന കാര്യം കൊണ്ട് LDF ആണെങ്കിൽ വിജയിച്ചു പോവുക എന്നൊന്നും പ്രവചിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ പ്രചരണത്തിൽ പ്രതിപക്ഷം തോറ്റു, പിന്നിൽ പോയി എന്ന കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. പക്ഷേ ഷാഫി പറമ്പിൽ, അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ, അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിൽ ഭയങ്കരമായ ആളായിരുന്നു. ഷാഫി പറമ്പിൽ എന്ന നേതാവ് ആ ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരിക്കും ഇന്ന് തെളിയിക്കുന്ന ഒട്ടേറെ മൊമെൻറ്റ്സ്, ഒട്ടേറെ പ്രചാരണ പരിപാടികൾ അവിടെ ഉണ്ടായി. പിന്നെ ഞാൻ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ ശ്യാമിലി, അതായത് ഞാൻ ഇവിടെ നിന്നിട്ട് RDX ഞാൻ പെട്ടെന്ന് നിർത്താം, ശ്യാമിലി കൂടുതൽ സമയമുള്ളൂ. അതായത് ഞാൻ ഇവിടെ നിന്നിട്ട് ഞാനും ഹർഷനും കൂടെ RDXൽ ഒരു ദിവസം ഞാൻ പ്രവചിച്ചിരുന്നു, പാതി തമാശയായിട്ടാണ്. അതായത് മറ്റേ ഷാഫി പറമ്പിലെ കഴുത്ത് പിടിച്ച് പിന്നോട്ട് വലിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല അവിടെ, കോഴിക്കോട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു തമാശയായിട്ട്, അതായത് പാതി തമാശയായിട്ട്, അന്നും പകുതി സീരിയസ് ആയിട്ടായിരുന്നു ഞാൻ. പക്ഷെ ആളുകൾ ചിരിച്ചു. അതായത് മൂക്കുപൊട്ടിയതല്ല, അല്ലല്ല, സ്റ്റേജിലേക്ക് വന്നപ്പോൾ പിന്നെ ഷാഫി പറമ്പിൽ മറ്റൊക്കെ എന്തോ ചെറിയ ബുദ്ധിമുട്ടായിട്ട് സ്നേഹത്തുള്ള അപ്പോൾ സ്നേഹത്തള്ള് കണ്ടപ്പോൾ അന്നത്തെ ദിവസം അത് വിഷയമായപ്പോൾ ഞാൻ ഹർഷനോട് പറഞ്ഞു, ഹർഷ, ഈ UDF ആണ് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ ഇതുകൊണ്ടായിരിക്കും UDF അധികാരത്തിലേക്ക് വരിക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാധനമില്ല, എല്ലാം ഒരു ഹെഡ് മാഷ് കാര്യങ്ങൾ നടത്തുന്ന പോലെ എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നു കേരളത്തിൽ 10 കൊല്ലമായിട്ട്. പക്ഷേ കുറച്ച് രസമൊക്കെ ആളുകൾക്ക് വേണം, ഒരു എൻജോയ്മെൻറ്റുള്ള സാധനങ്ങളൊക്കെ വേണം. അത് UDFനാണ് കൊടുക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് അവർ അധികാരത്തിൽ വന്നേക്കാം എന്നൊരു തമാശാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം
ഞാൻ പറയുന്ന ചേഞ്ച് ഈ 10 കൊല്ലമായിട്ട് ഒരേ ഏകദാനമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നന്നായിട്ടാണ് പോകുന്നത്, തെറ്റായിട്ടൊന്നുമല്ല. പക്ഷേ എന്നാലും ജനത്തിന് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതായത് നല്ല സർക്കാരാണ്, നല്ല ഭരണമാണ്, എല്ലാം ഉണ്ട്. പ്രതിപക്ഷത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് പോലും ഈ പറയുന്ന സംഗതി. പക്ഷേ ഒന്ന് മാറണം. അതിപ്പോൾ സച്ചിദാനന്ദൻ തൊട്ട് ഇടതുപക്ഷ കവിയായുള്ള സച്ചിദാനന്ദൻ തൊട്ട് സാധാരണക്കാരായ ആളുകൾക്ക് വരെ ഇതൊന്ന് മാറണം. 10 കൊല്ലം നമ്മുടെ ചരിത്രം എന്താണ്? 5 കൊല്ലം കൂടുമ്പോൾ മാറ്റുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ 10 കൊല്ലമൊക്കെ ഒരേപോലെ പോവുക, 15 കൊല്ലം പോകുന്നത് മോശമല്ല. അപ്പോൾ മാറണം എന്നൊരു തോന്നൽ ജനത്തിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ മാറാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിൻ്റ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച് കൊടുക്കണ്ടേ? അതായത് എനിക്ക് ഈ സർക്കാരിനെ മാറ്റണം എന്നൊരു സാധാരണ മനുഷ്യനുണ്ട്. പക്ഷേ മാറ്റണമെങ്കിൽ എന്തുകൊണ്ട് മാറ്റണം എന്ന പോയിൻ്റ് കൃത്യമായിട്ട് പ്രതിപക്ഷം മുന്നിലേക്ക് വെച്ച് കൊടുക്കണം. അതിനവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, മാറ്റിയാൽ ബുദ്ധിമുട്ടാകില്ലേ എന്ന് ജനത്തിന് പേടിയാകുന്ന വിധത്തിൽ വയനാടിനെ മറ്റവർക്ക് മുന്നോട്ട് വെക്കാനും പറ്റി എന്ന് മാത്രമല്ല. ഞാൻ വിചാരിക്കുന്നത് സട്ടിലായിട്ട് മാത്രം ഇതുവരെ വലുതായിട്ട് ചർച്ചയാകാത്തൊരു സംഭവം ആകെ തന്നെയും വലിയ പ്രശ്നം യുദ്ധം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ട്രംപ് ഇറാനെ ഇന്ന് രാത്രി അടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നശിപ്പിച്ച് കളയും, ആ നാഗരികത ഇല്ലാതായി കളയുന്നതാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോകമാകെ ഒന്നുകൂടെ കുലുങ്ങാൻ പോവുകയാണ്. ഇറാന് നേരെ അടിയുണ്ടായി കഴിഞ്ഞാൽ ഗൾഫിന് നേരെ പ്രശ്നമുണ്ടാകും, നമുക്ക് നേർക്ക് നേരെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അടുക്കളയിലേക്ക് ഗ്യാസ് വരാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സ്റ്റേബിളായിട്ടുള്ളൊരു സർക്കാരും കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായ ഒരു സർക്കാരും വേണ്ടേ എന്ന് ജനം മനസ്സിൽ വിചാരിക്കുകയില്ലേ എന്നതും ഈ ദിവസങ്ങളിൽ UDFനെ ഭയപ്പെടുത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മാറണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് പോലും എന്തുകൊണ്ട് മാറണം എന്നൊരു പോയിന്റ് കൃത്യമായിട്ട് വെച്ചു കൊടുക്കാൻ UDFന് ഈ പ്രചാരണ കാലത്ത് സാധിച്ചില്ല. വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു സർക്കാരാണ്, ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പോകുന്നത് എന്ന LDFൻ്റെ പ്രചാരണത്തെ പൊളിച്ചു കളയാൻ UDFന് സാധിച്ചില്ല. കഠിന കാലങ്ങളിൽ ഞങ്ങളാണ് രക്ഷകരായിട്ട് വരിക എന്നവർക്ക് ആവർത്തിച്ച് സ്ഥാപിക്കാനായി LDFന്. പക്ഷേ അതിനെ പൊളിക്കാൻ കഠിന കാലങ്ങളിൽ ഞങ്ങൾക്കും സാധിക്കും അത് ചെയ്യാൻ എന്നൊരു തെളിവുണ്ടാക്കി കൊടുക്കാൻ UDFന് ഈ വയനാട്ടിലെ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് പോലും സാധിച്ചില്ല എന്നതും അവർക്ക് നെഗറ്റീവായിട്ടുള്ള സംഗതിയായിട്ടാണ് ഞാൻ വരുന്നത്. എന്നിട്ടും UDF ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ജനതയ്ക്കുള്ളിൽ ഒരു മാറ്റത്തിനുള്ള ആഗ്രഹം, അദമ്യമായ പിപാസ എത്രത്തോളം വലുതായിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുക. കൊട്ടിക്കലാശ ദിവസം പോലും സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ ഒരു ആയുധമില്ലാത്ത പ്രതിപക്ഷത്തെ ഞാൻ ഇന്നത്തെ ദിവസം കണ്ടു. കൊട്ടിക്കലാശ ദിവസം ആദ്യം നമ്മളൊന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ അതിൽ മാത്തിക്കുഴൽനാടൻ വരുന്നു, വലിയ ബോംബ് എന്ന് പറയുന്നിട്ട് ഒരു കുഴിബോംബ് ഒരു പൊട്ടിച്ചീറ്റിപ്പോയ ഒരു മനുഷ്യനിർമ്മിത പ്രളയം എന്ന നിലയ്ക്ക് അത് ഏറ്റെടുക്കാൻ രമേശ് ചെന്നിത്തലയോ VD സതീശനോ KC വേണുഗോപാലോ എന്ന് തുടങ്ങി UDF നിരയിൽ ആരും തയ്യാറായില്ല. കാര്യത്തിൽ ഈ പറയുന്ന പോലെ കോടതി വിരിഞ്ഞ് പോയിന്റ് ഓർമ്മ വന്ന വക്കീൽ എന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു നിലയ്ക്ക് മാത്തിക്കുഴൽനാടൻ വന്നിട്ട് ഒരു പോയിന്റ് ഇവിടെ അവതരിപ്പിച്ചിട്ട് അങ്ങനെ ആ വഴിക്കങ്ങ് പോയി എന്ന് പറയുന്നത് പോലെ അത്ര ദുർബലമായ ഒരു ആയുധമായിരുന്നു ഇന്നേ ദിവസത്തേക്ക് അവർ കരുതി വെച്ചിരുന്നു എന്നുള്ളതാണ്. അതേസമയം ഒരു പാട്ടുമെടുത്ത് മറ്റവർ വന്നു ഭീകരമായ രീതിയിൽ പറയുന്നു, വയനാട് അങ്ങ് ഉയർത്തി വെക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൻ്റെ തന്നെ LDFന് ഏറ്റവും കാര്യമായ ഗുണം ചെയ്തിരിക്കുന്ന ഒരു വാക്ക് എന്നുള്ളത് ശവന്തൂക്ക് എന്നുള്ളൊരു വാക്കായിരുന്നു. ആ വാക്ക് അതുപോലെ തന്നെ അതിനോട് അനുബന്ധമായി അവർ പാട്ടുകളിറക്കി. അത് തന്നെ പ്രചാരണ വിഷയമായിട്ട് ഈ പറയുന്നത് പോലെ കഷ്ടകാലത്ത് ദുരിതകാലത്ത് ഒപ്പമുണ്ട് ഞങ്ങളല്ലാതെ മറ്റാര് എന്ന് പറയുന്നത് പോലെ അവരുടെ ക്യാമ്പയിൻ പോലെ അവർക്ക് ഉയർത്തി വെക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കൂടി അവർ കാണിച്ചു കൊടുത്തു എന്നുള്ളിടത്ത് അവരൊരു പരിധിവരെ ഈ കാര്യങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു എല്ലാ മുന്നണികൾക്കും 3 മുന്നണികൾക്കും ഒരു ആശങ്കയും ഒരു അങ്കലാപ്പും ഒക്കെയുണ്ട്. കാരണം ഈ ജനമനസ്സ്, അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും, അതിൽ തർക്കമൊന്നുമില്ല. ഈ ജനമനസ്സ് അങ്ങോട്ട് നിർണ്ണയിക്കാനോ നിശ്ചയിക്കാനോ ഒന്നും ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല. അതായത് വരുമോ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതിനി സത്യത്തിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് ഇവർക്ക് 3 പേർക്കും പറയാനായിട്ടില്ല. സാദിഖലി തങ്ങൾ വന്നിട്ട് ഇന്ന് അദ്ദേഹത്തിന് സീറ്റ് പ്രവചിക്കാനായിരുന്നില്ല. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നു 100 എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. 100 സീറ്റ് വരെ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞപ്പോൾ പോലും രാഷ്ട്രീയ വനവാസം 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നല്ല എന്നുള്ളൊരു ക്ലോസ് വെക്കേണ്ടി വരുന്നു VD സതീശന്. ഇപ്പുറത്താണെങ്കിലും വികസനമൊക്കെ നേട്ടമാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെയും ചില കണക്കുകൂട്ടലുകളിൽ ചിലപ്പോഴൊരു പാകപ്പിഴകളൊക്കെ വന്നിട്ടുണ്ടാവാം. അവർക്കും ആ പറയുന്നത് പോലെ ഒരു നിശ്ചയമില്ല, ഒരു അങ്കലാപ്പുണ്ട് ഇപ്പോഴും. ചിലപ്പോൾ മലയാളികളുടെ മനസ്സ് എന്ത് ചിന്തിച്ചേക്കാം എന്നുള്ളത്. അപ്പോഴും ഞാൻ പറയുന്നു, അതുതന്നെയാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ഈ പറയുന്ന പോലെ അവരെ അങ്ങനെ ജനങ്ങളെ അങ്ങ് വിധിച്ച് കളയേണ്ട, സത്യത്തിൽ അവർ തീരുമാനിക്കട്ടെ, അവരാണ് വിധിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട്. എങ്കിലും മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിസ്മയങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയ വിസ്മയം സുധാകരനായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റിന് എങ്ങനെ വലത് വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ അച്ചട്ടായ ഒരു ഉദാഹരണമായി അദ്ദേഹം നിൽക്കുന്നു. ഒരു ടെക്സ്റ്റ് ബുക്കാണ് അദ്ദേഹം.
ഇവിടെയുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വലിയ കാലയളവിലെ ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തന രീതികൾ അദ്ദേഹത്തിലൂടെ പഠിക്കാം. അദ്ദേഹം മന്ത്രിയായ സ്ഥിതിക്കും സമയത്തും MLA ആയ സ്ഥിതിക്കും എങ്ങനെ ഒരു കറകളഞ്ഞ പ്രവർത്തകനായി ഒരു എന്താ പറയുക MLA ആയും മന്ത്രിയായൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഉദാഹരണമായി അദ്ദേഹത്തെ കാണാൻ പറ്റുമായിരുന്നു. വലിയ കമ്മ്യൂണിസ്റ്റായി അദ്ദേഹത്തിനെ കാണാൻ പറ്റുമായിരുന്നു. പഠിക്കേണ്ട ആൾ തന്നെയായിരുന്നു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാലുമാറ്റം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ മറ്റൊരു മലക്കം മറിച്ചിൽ വാക്കുകൾ. അതുകൊണ്ട് പഠിക്കേണ്ട ഒരു ടെക്സ്റ്റ് ബുക്കായി ഇത്തവണ ജി സുധാകരൻ മാറും എന്നുള്ള ഉറപ്പാണ്. 2026 മാൻ ഓഫ് ദ മാച്ച് ജി സുധാകരനായിരിക്കും. കറക്റ്റ് മാൻ ഓഫ് ദി മാച്ച്. അത് നല്ല വേടാട്ടോ, അത് കറക്റ്റാണ്. അതിനുശേഷം പിന്നെ ഞാൻ പറയുന്നു, ഈ CPMൻ്റെ സംഘടനാ സംവിധാനം ഇത്രയധികം വിമതരുണ്ടായ ഒരു കാലഘട്ടം ഞാൻ കണ്ടിട്ടേ ഇല്ല. മുൻപേ ചരിത്രങ്ങൾ അന്വേഷിക്കുമ്പോഴും അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചില താളപ്പിഴകൾ ഈ പാർട്ടി സെക്രട്ടറിയുടെ കീഴിൽ സംഭവിച്ചിട്ടുണ്ട്. അതും കണ്ണൂരിൽ വെച്ച് തന്നെ, അവരുടെ കോട്ടയിൽ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. പിന്നെ ഈ വാക്പോര്, ഡീൽ ആരോപണങ്ങൾ, അതായത് വോട്ട് സമാഹരിക്കാനുള്ള വലിയ ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കാനും അത് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ വലിയ ഓട്ടപ്പാച്ചിലുകളും അതിനുള്ള പിടിവലികളും കണ്ടതാണ്. പക്ഷേ അപ്പോഴും BJPക്കാണെങ്കിൽ പോലും അവർക്ക് എത്ര ഒരു ഷുവർ സീറ്റ് എന്ന് പറയുവാൻ വേണ്ടി അവർക്ക് പോലും ഇപ്പോഴും പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ 5 വരെ അയക്കാം. അവരും ഈ പ്രീപോൾ സർവേകളിലൊക്കെയാണ് അവരുടെയും പ്രതീക്ഷ, വന്നേക്കാം അല്ലോ എന്നുള്ളതാണ് അവരുടെയും പ്രതീക്ഷ. അങ്ങനെ മുന്നണികൾക്കൊരു അങ്കലാപ്പും ഒരു ആശങ്കയും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊരു സവിശേഷമായൊരു സാഹചര്യം നിലവിലുണ്ട്. അത് ഒരിക്കലും ഇന്നവർ ചില പ്രീപോൾ സർവേകളും എക്സിറ്റ് പോൾ വന്നില്ല, പ്രീപോൾ സർവേകളൊക്കെ വരുമ്പോൾ തന്നെ പലർക്കും മുൻതൂക്കമൊക്കെ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്ന് ഇരുത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവാതിരിക്കാം, അത്രയേ ഉള്ളൂ. അത്തരം വലിയ ഐഡിയകളില്ല. ഇപ്പോൾ നമ്മുടെ സർവേയിൽ തന്നെ നല്ല മുൻതൂക്കമാണ് LDF കൊടുക്കുന്നത്. പക്ഷെ അപ്പോഴും ഞാനത് വിദഗ്ധരോട്, സെഫോളജിസ്റ്റോട് ഞാൻ അന്ന് ചോദിച്ചു, ഞാൻ കേട്ടുള്ളൂ. അതായത് നമ്മളോട് അഭിപ്രായം പറഞ്ഞിട്ട്, അതായത് നമ്മുടേത് വളരെ ശാസ്ത്രീയമായിരുന്നു. ആളുകളോട് വീടുകളിൽ ചെന്നാണ് നമ്മൾ ചോദിച്ചത്. ആളുകൾ ഓരോരുത്തരായിട്ട് അഭിപ്രായം തന്നെ രേഖപ്പെടുത്തി. വളരെ ശാസ്ത്രീയമായിട്ട് മെത്തഡോളജി എല്ലാം പാലിച്ചാണ് നമ്മൾ ആ സർവേ നടത്തിയത്. ആ സർവേക്ക് ഇങ്ങനെയുള്ള റിസൾട്ടാണ് കിട്ടിയത്. അതിനകത്ത് ഒരു മായവും ചേർക്കാതെ ആ സർവേ ഫലങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കണം എന്ന് നമ്മൾ കൊടുക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് അതിന് ട്രോളും വരുന്നുണ്ട്. അതിനെ ആശങ്കയോടെ കാണുന്ന ഇടതുപക്ഷക്കാരൊക്കെ ഉണ്ട്, വലതുപക്ഷക്കാരെ ട്രോൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ അതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോഴും വിചാരിക്കുന്നത് ആ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് സംശയമേ ഇല്ല, ഒരു സംശയവും വെക്കേണ്ടതില്ല. പക്ഷേ അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയ ആളുകൾ അവരുടെ ആ അഭിപ്രായത്തോടെ തന്നെ ആയിരിക്കുമോ പോയി വോട്ട് ചെയ്യുക എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും, അതാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്. അതാണ്, ആ അപ്രവചനീയതയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സൗന്ദര്യം. അതായത് മനുഷ്യർ എങ്ങനെയാണ് അവസാനമായിട്ട് വോട്ട് ചെയ്യുക, അവരുടെ കളക്റ്റീവായിട്ടുള്ള ഓരോരുത്തരും സിംഗിൾ മനസ്സ് വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഒരാൾ ഞാൻ വോട്ട് ചെയ്യുമ്പോൾ എൻ്റെതായ കാരണങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം കൂടി ചേർന്ന് കളക്റ്റീവായിട്ടുള്ള ഫോഴ്സായിട്ടാണ് ഈ സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗന്ദര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇനി, അല്ലേ? അതെ, അങ്ങനെയാണ്. പിന്നെ നമ്മൾ മുൻപ് സംസാരിച്ച ഓർമ്മയില്ലേ, നമ്മൾ മലയാളികൾക്കൊരു സ്വതവേ ഉള്ളൊരു മടുപ്പൊക്കെയുണ്ട്. സനീഷേട്ടൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ മീശയുടെ മറ്റേ വെള്ള മീശ പറിക്കുക, നഖത്തിനുള്ളിൽ മൂട്ടുസൂചി വെച്ച് കുത്തുക, അല്ലേ? അത് നമ്മളിതിന് പുറത്ത് പറഞ്ഞാണ്, RDX പറഞ്ഞല്ലോ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു മലയാളികളുണ്ട് പലയിടത്തും. അത് ഭയങ്കരമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമൊക്കെ വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളല്ല, അല്ലാതിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അവരുടെ പ്രയോറിറ്റികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചിലപ്പോൾ ഇതിനെയൊക്കെ പരിഗണിക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ മനുഷ്യർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില ആലോചനകളൊക്കെ ആ ഘട്ടത്തിൽ അവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കൂടി ഉണ്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കൂടെ പരിഗണിക്കേണ്ടി വരുന്നു ഈ കൊട്ടിക്കലാശം കഴിയുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സത്യത്തിൽ ഇതൊരു അപ്രവചനീയമായ ഒരു സമയമാണ്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് കഴിഞ്ഞു പോയത്. അതിൽ 25 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ആലോചിക്കാൻ എന്നുള്ളതാണ്. ഇനിയും പക്ഷേ ഈ വോട്ടെണ്ണലിന് ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോഴും നമ്മൾ വീണ്ടും കാത്തിരിക്കണം. ഇനി ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും തോന്നുന്നു. 23 ദിവസത്തെ ആവേശഭരിതമായ പരസ്യ പ്രചാരണത്തിന് ഇന്നത്തെ കുട്ടിക്കലാശത്തോടെ തിരശ്ശീല വീണിരിക്കുകയാണ്. ഇനി ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണം കൂടി സമാപിച്ചാൽ കേരളം വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തും. പിന്നെ അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കുമെന്ന വിധിയെഴുത്ത് നടക്കുന്ന നിർണായക മണിക്കൂറുകൾ. പ്രചാരണത്തിന് പതിവിലും കുറച്ച് സമയം മാത്രമേ ലഭിച്ചുള്ളൂ എങ്കിലും കിട്ടിയ സമയം പൂർണ്ണമായി വിനിയോഗിച്ചെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. ഭരണത്തുടർച്ച നേടുമെന്ന ഉറച്ച
ഇടതുപക്ഷവും 10 വർഷത്തിന് ശേഷം ഭരണത്തിൽ എത്തുമെന്ന UDFും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്ന BJPയും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അവകാശവാദങ്ങളും എല്ലാം നിറഞ്ഞു നിന്ന ഒരു മാസത്തോളം കാലത്തെ പ്രചാരണത്തിന്റെ ഫലം ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും.